ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം കാഡക്സയുടെ യൂട്യൂബ് ചാനലിലേക്ക്. കാഡക്സ ഒരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ. ഈ ചാനലിലെ ആദ്യത്തെ വീഡിയോ ആണിത്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന സോഫ്റ്റ്വെയർ ഓട്ടോകാഡ് ആണ്. ഓട്ടോകാഡ് എന്ന് പറയുമ്പം ഇതൊരു അമേരിക്കൻ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഓട്ടോഡെസ്ക് എന്ന അമേരിക്കൻ കമ്പനി ഡെവലപ്പ് ചെയ്ത സോഫ്റ്റ്വെയർ ആണ് ഓട്ടോകാഡ്. 1982 ഇതിന്റെ ഫസ്റ്റ് വേർഷൻ റിലീസ് ആവുന്നത്. ഫസ്റ്റ് വേർഷൻ 1.0 ആണ്. ലേറ്റസ്റ്റ് വേർഷൻ 2026 ആണ്. അപ്പോ ഇവിടെ നമ്മൾ അടുത്ത പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് കാഡ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ആണ്. കാഡ് എന്താണ്? കാഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ആണ്. കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുള്ള ഡിസൈനിങ്ങും ഡ്രാഫ്റ്റിംഗുമാണ് ഇതിനകത്ത് ചെയ്യുന്നത്, കാഡ് എന്ന് പറയുന്ന കൺസെപ്റ്റിൽ ചെയ്യുന്നത്. ഈ കാഡ് കൺസെപ്റ്റ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഓട്ടോകാഡ് മാത്രമല്ല, ഒട്ടനവധി സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെയാന്ന് വരും ക്ലാസ്സുകളിൽ പറയാം. ഇപ്പോൾ കാഡ് കൺസെപ്റ്റ് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളിൽ ഒരെണ്ണം മാത്രമാണ് ഇത് ഓട്ടോകാഡ് എന്ന് മനസ്സിലാക്കാം. ഇപ്പൊ ഓട്ടോകാഡിലേക്ക് നമ്മൾ തിരിച്ചു വരുവാണെങ്കിൽ ഇവിടെ ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിനാണ് മെയിൻ ഇമ്പോർട്ടന്റ്. ഇപ്പൊ എന്താണ് ഈ ഡ്രാഫ്റ്റിംഗ്? കൃത്യമായ മെഷർമെന്റോട് കൂടി വരക്കുന്ന ഏതൊരു ഡ്രോയിങ്ങിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഡ്രാഫ്റ്റിംഗ് എന്ന് വിളിക്കാം. കുറച്ചും കൂടെ ലളിതമായിട്ട് പറഞ്ഞാൽ വരക്കുന്ന എല്ലാ വരകൾക്കും കൃത്യമായ നീളം, കൃത്യമായ വീതി, കൃത്യമായ ആംഗിള്, കൃത്യമായ സ്കെയിലൊക്കെ ഉണ്ടാവും. കൃത്യമായ മെഷർമെന്റോട് കൂടി വരക്കുന്ന ഒരു വരയായിരിക്കും ഡ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോകാഡ് ഒരു ഡ്രാഫ്റ്റിംഗ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണെന്ന് നമുക്ക് പറയാം. ദെൻ ഓട്ടോകാഡ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഏതൊക്കെ ഇൻഡസ്ട്രി യൂസ് ചെയ്യുന്നു നമുക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇൻഡസ്ട്രി ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ആർക്കിടെക്ചർ, എഞ്ചിനീയറിംഗ്, കൺസ്ട്രക്ഷൻ ആണ്. ഇവിടെ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത്? ബിൽഡിങ്ങിന്റെ പ്ലാൻ വരക്കാൻ, ബിൽഡിങ്ങിന്റെ എലിവേഷൻ വരക്കാൻ, ബിൽഡിങ്ങിന്റെ സെക്ഷൻ വരക്കാൻ, പിന്നെ സൈഡ് ഡ്രോയിങ് വരക്കാനൊക്കെ എന്ത് ചെയ്യാം? ഓട്ടോകാഡ് ഉപയോഗിക്കാം. ഇത് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഈ ഒരു പ്ലാൻ വരക്കുന്നതും എലിവേഷൻ വരക്കുന്നതും സെക്ഷൻ വരക്കുന്നതും ഒക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ ഡെയിലി ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യാം. ദെൻ മാനുഫാക്ചറിങ് ആൻഡ് പ്രൊഡക്റ്റ് ഡിസൈൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഒരു ഇൻഡസ്ട്രി. ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുള്ള മെഷീനറി ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? വരച്ചെടുക്കാൻ വേണ്ടി ഓട്ടോകാഡ് ഉപയോഗിക്കാം. മൂന്നാമത്തെ ഇൻഡസ്ട്രി ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഇൻഡസ്ട്രി ആണ്. അവിടെ എന്താണ് ഉപയോഗം? ഇലക്ട്രിക്കൽ വയറിംഗ് ഡയഗ്രംസ് ഒക്കെ വരച്ചെടുക്കാൻ ഉപയോഗിക്കാം. പിന്നത്തെ ഇൻഡസ്ട്രി ഏതാ? ഇന്റീരിയർ ഡിസൈൻ ആണ്. നമ്മളൊരു റൂമൊക്കെ വരച്ച് അതിനകത്ത് കൃത്യമായ നീളം വീതി കൊടുത്ത് റൂമൊക്കെ വരച്ച് അതിനകത്ത് മെഷർമെന്റ്സ് ഒക്കെ കൊടുത്ത്, അതായത് ഫർണിച്ചർ ഒക്കെ വരച്ച് അതിന്റെ മെഷർമെന്റ്, ഫർണിച്ചർ എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിലുള്ള ഡ്രോയിങ്ങുകൾ വരക്കാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഇന്റീരിയർ ഡിസൈൻ മേഖലകളിൽ ഓട്ടോകാഡ് ഉപയോഗിക്കാം. അർബൻ പ്ലാനിംഗ് ആൻഡ് ലാൻഡ്സ്കേപ്പിംഗ് എന്താണ് സംഭവം? ഇപ്പൊ നമ്മളൊരു വലിയൊരു സിറ്റി എടുക്കുകയാണെങ്കിൽ ആ സിറ്റിയുടെ ടോപ്പ് വ്യൂ നമ്മൾ വരച്ചെടുക്കുമ്പോൾ എന്തൊക്കെ അതിനകത്ത് കാണുക? ഒരുപാട് കെട്ടിടങ്ങളുടെ ടോപ്പ് വ്യൂ കാണും, അതേപോലെ റോഡുകളൊക്കെ കാണും. അപ്പൊ അത്തരത്തിലുള്ള ഡ്രോയിങ്ങുകൾ നമുക്ക് ഇതിനകത്ത് വരക്കാം, ഓട്ടോകാഡിൽ വരക്കാം. മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് പർപ്പസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഉണ്ട്. അവിടെയും നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഓട്ടോകാഡ് ഉപയോഗിക്കാം. ഇത് കൂടാതെ ഫാഷൻ ഡിസൈനിങ്, അതുപോലെ ജ്വല്ലറി ഡിസൈനിനൊക്കെ ഓട്ടോകാഡ് ഉപയോഗിക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത്, ഇത് കുറച്ച് ഇൻഡസ്ട്രി ഉള്ളൂ, ഒരുപാട് ഇൻഡസ്ട്രീസ് ഓട്ടോകാഡ് ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. അതിൽ കുറച്ച് ഇൻഡസ്ട്രി മാത്രമേ ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. ദെൻ നമുക്ക് നോക്കാനുള്ളത്, നമ്മൾ ഈ ഓട്ടോകാഡ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പം ഡെസ്ക്ടോപ്പിൽ ഐക്കൺ ഉണ്ടാവും. ആ ഐക്കണിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു വിൻഡോ ആണ് കാണാൻ പറ്റുക. ഇപ്പൊ ഇവിടെ റീസെന്റ് എന്ന് എഴുതിയൊരു ഭാഗം, ഇതിനെ പറയുന്ന റീസെന്റ് ഫയൽ വിൻഡോ അല്ലെങ്കിൽ റീസെന്റ് വിൻഡോ എന്നാണ്. നമ്മൾ ലാസ്റ്റ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഡ്രോയിങ്ങുകളാണ് വൺ ബൈ വൺ ആയിട്ട് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ ഇവിടെ ആ ഡ്രോയിങ്ങിന്റെ ഒക്കെ പേര് ഇവിടെ കൊടുത്താൽ നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് സെർച്ച് ചെയ്ത് എടുക്കാം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞപ്പോ ലാസ്റ്റ് ഇപ്പൊ നമുക്കൊരു ഡ്രോയിങ് ഉണ്ട് വിചാരിക്കും. ഇപ്പൊ എനിക്കിപ്പോ ഈ ബെഡ് കിച്ചൺ എക്യുപ്മെന്റ്സ് ഒക്കെയാണ് ഇവിടെ വേണ്ടെങ്കിൽ, ഇതിപ്പോ ഒരുപാട് ഡ്രോയിങ് ഉണ്ടെങ്കിൽ താഴേക്ക് പോയിട്ടുണ്ടാവില്ലേ. അപ്പൊ നമുക്ക് ആ കിച്ചൺ എക്യുപ്മെന്റ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കണ്ടോ? അങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് സെർച്ച് ഓപ്ഷൻ. പേര് കൊടുത്ത് സെർച്ച് ചെയ്താൽ മതി. ദെൻ ഇവിടെ ന്യൂ എന്ന് പറഞ്ഞാണ് ഒരു പുതിയ പേജ് ഓപ്പൺ ആക്കാൻ. ഇപ്പൊ ന്യൂവിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഈ വരുന്നതാണ് ഒരു പുതിയ പേജ്.
ഒരു പുതിയ പേജിൽ വരുമ്പോൾ എന്തൊക്കെ ഉണ്ടാവുക അതൊക്കെ നോക്കാം. ആദ്യം ഉണ്ടാവുന്നത് ടൈറ്റിൽ ബാർ ആണ്. ഏറ്റവും മുകളിൽ കാണിക്കുന്ന ഈ ഭാഗമാണ് ടൈറ്റിൽ ബാർ. ടൈറ്റിൽ ബാറിൽ എന്തൊക്കെ ഉണ്ടാവുക? കമ്പനി നെയിം ഉണ്ടാവും. കമ്പനി നെയിം എന്താണ്? ഓട്ടോഡെസ്ക് അല്ലേ. രണ്ടാമത് സോഫ്റ്റ്വെയർ നെയിം ഉണ്ടാവും. സോഫ്റ്റ്വെയർ നെയിം ഓട്ടോകാഡ് അല്ലേ. അടുത്തത് വേർഷൻ ഉണ്ടാവും. ഓക്കെ. പിന്നെ ഡ്രോയിങ് 1.dwg ഉണ്ട്. ഇവിടെ ഡ്രോയിങ് 8 ആയതുകൊണ്ട് ഞാൻ 8 പ്രാവശ്യം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. 8ാമത്തെ പേജ് ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഡ്രോയിങ് 8.dwg ആണ്. ഈ ഡ്രോയിങ് എന്ന് പറയുന്നത് ഫയൽ നെയിം അല്ലെങ്കിൽ പേജ് നെയിം ആണ് കേട്ടോ. ഈ ഓപ്പൺ ആയിരിക്കുന്ന പേജിന്റെ നെയിം ആണ്. ഈ .dwg എന്ന് പറയുന്നത് എന്താ? ഓട്ടോകാഡിൽ നമ്മൾ ഒരു ഡ്രോയിങ് വരച്ച് സേവ് ചെയ്യുന്ന ഫോർമാറ്റ് ആണ്. ഓട്ടോകാഡിൽ ഒരു ഡ്രോയിങ് വരച്ച് സേവ് ആവുന്ന ഫോർമാറ്റ് ആണ് ഇത് .dwg എന്ന് പറയുന്നത്. .dwg എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് എന്നാണ് അർത്ഥം. ഡ്രോയിങ് എന്നുള്ളതിന്റെ ഷോർട്ട് ആണ് .dwg. ദെൻ ഇടത് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഭാഗത്തേക്ക് ലെഫ്റ്റ് സൈഡ് ഇവിടെ നമ്മൾ വരുവാണെങ്കിൽ ഇത്രയും ഭാഗം അതിന്റെ പേര് ക്വിക്ക് ആക്സസ് ടൂൾ ബാർ എന്നാണ്. QAT, ക്വിക്ക് ആക്സസ് ടൂൾ ബാർ. എന്തൊക്കെയാ അതിന്റെ ഉദ്ദേശം? വളരെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ, ക്വിക്കായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ടൂൾസ് ആണ് ഇവിടെ ഷോർട്ട് കട്ട് പോലെ ക്രമീകരിച്ചിട്ടുണ്ടാവുക. ഇവിടെ ന്യൂ ഉണ്ട്, പുതിയ പേജ് ഓപ്പൺ ആക്കാൻ. സേവ് ഉണ്ട്, വരച്ചുകൊണ്ടിരിക്കുന്നത് സേവ് ചെയ്യാൻ. സേവ് ആസ് ഉണ്ട്. എന്താ സേവ് ആസ്? ഒറിജിനൽ ഡ്രോയിങ്ങിൽ, ഒറിജിനൽ ഫയൽ യാതൊരു ചേഞ്ചസും ഇല്ലാതെ പേര് മാറ്റി ലൊക്കേഷൻ മാറ്റി സേവ് ചെയ്യുന്നതാണ് സേവ് ആസ്. പ്ലോട്ട് എന്താണ്? പ്രിന്റിംഗ് പർപ്പസ് ആണ്. പ്രിന്റ് ചെയ്യാന്നുള്ള ഉദ്ദേശമാണ് പ്ലോട്ടിനുള്ളത്. നമ്മൾ വരും ക്ലാസ്സുകളിൽ ലാസ്റ്റ് ക്ലാസ്സിലൊക്കെ പറയാം. അണ്ടു ഉണ്ട്. അണ്ടു എന്താ? തൊട്ട് പുറകിലോട്ട് പോവുക. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഇവിടെ ഒരു സർക്കിൾ വരച്ചു, രണ്ടാമത് റെക്ടാങ്കിൾ വരച്ചു. ഞാൻ ഇവിടെ ഈ അണ്ടു പറഞ്ഞ കൺസെപ്റ്റ് ഉപയോഗിക്കുകയാണെങ്കിൽ പുറകോട്ട് പോയി. റെക്ടാങ്കിൾ വരച്ചതിന്റെ പുറകോട്ട് എന്ന് പറയുമ്പോൾ സർക്കിളിലേക്കല്ലേ എത്തുക. അങ്ങനെ തൊട്ട് ബാക്കോട്ട് പോവാൻ ഷോർട്ട് കീ അണ്ടുവിനുണ്ട്, CTRL Z ആണ്. അപ്പൊ അണ്ടു ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഓപ്പോസിറ്റ് റീഡ് വരും. മുന്നോട്ട് വരാൻ റീഡും ഉണ്ടാവും. റീഡും ഇതാണ്. അതിന് CTRL Y ആണ്. അണ്ടുയുടെ ഷോർട്ട് കീ CTRL Z റീഡുയുടെ ഷോർട്ട് കീ CTRL-Y ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ. ദെൻ ഇവിടെ കാണുന്ന ചില ഓപ്ഷൻ എനിക്ക് വേണ്ട അല്ലെങ്കിൽ എക്സ്ട്രാ ഓപ്ഷൻ അഡീഷണൽ ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഒരു ഏറോ മാർക്ക് ഉണ്ടാവും. അതിനകത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നമ്മൾ കറന്റ്ലി ഏതൊക്കെയാണോ ടിക്ക് ചെയ്തിട്ടുള്ളത് അതാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് റീഡ് വേണ്ടെങ്കിൽ ഇതിനകത്ത് ക്ലിക്ക് ചെയ്യാം. റീഡ് അവിടുന്ന് പോയി. ഒന്നും കൂടെ ക്ലിക്ക് ചെയ്ത് ഞാൻ റീഡിൽ ക്ലിക്ക് ചെയ്താൽ റീഡ് തിരിച്ചു വന്നു. അങ്ങനെ വേണ്ടാത്തത് ഓഫ് ആക്കാനും വേണ്ടത് ഓൺ ആക്കാനും പറ്റും. ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്നത് അപ്ലിക്കേഷൻ മെനു എന്നാണ്. അതിനകത്ത് ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ന്യൂ, ഓപ്പൺ, സേവ്, സേവ് ആസ് തുടങ്ങിയ നേരത്തെ കണ്ട കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവും. ഇമ്പോർട്ട് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താ? വേറൊരു ഫോർമാറ്റിൽ ചെയ്തത് വേറൊരു ഫയലിൽ അല്ലെങ്കിൽ വേറൊരു സോഫ്റ്റ്വെയർ ചെയ്ത ഒരു ഫയലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് ഇമ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പോർട്ടോ ഇവിടുന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ, ഇവിടുന്ന് വേറൊരു ഫോർമാറ്റിലേക്ക് കൊണ്ടുപോകാനാണ് എക്സ്പോർട്ട്. അപ്പൊ ഒന്നും കൂടെ ഇവിടെ മേലെ കൊണ്ടുപോയി ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ അത് ഹൈഡായി. ഓക്കെ. ദെൻ ഇവിടെ കാണിക്കുന്ന ഹോം, ഇൻസേർട്ട്, അനോട്ടേറ്റ് തുടങ്ങിയ കാര്യങ്ങൾ ടാബുകൾ എന്ന് പറയും. താഴെ വരുന്ന ഡ്രോ, മോഡിഫൈ, അനോട്ടേഷൻ, ലേയേഴ്സ് തുടങ്ങിയ കാര്യങ്ങളെ പാനൽ എന്ന് പറയും. എന്താ പറയാ? മുകളിലുള്ള കാര്യങ്ങൾ ടാബും താഴെയുള്ള കാര്യങ്ങൾ പാനൽ എന്നും പറയും. ഈ പാനലിന്റെ ഇടയിൽ കുറച്ച് വീതിയിലാണ് കുറച്ച് ടൂൾസ് ഉള്ളത്. ഇപ്പൊ ടൂൾസുകൾ വീതിക്കുള്ളിൽ ആയതുകൊണ്ട് ഇതിനെ റിബൺ ടൈപ്പ് ടൂൾ എന്ന് പറയും. ഫോട്ടോകളിലെ ടൂളുകളൊക്കെ ഏത് ടൈപ്പാണ്? റിബൺ ടൈപ്പ് ടൂളുകളാണ്. റിബൺ ടൈപ്പ് അറേഞ്ച്മെന്റ് ആണെന്ന് പറയാം. ദെൻ ഇവിടെ കാണിക്കുന്ന ഈ ഒരു ബ്ലാക്ക് സ്പേസിന് നമ്മൾ പറയുന്നത് മോഡൽ സ്പേസ് എന്നാ പറയാം. ഇവിടെ കാണാൻ പറ്റുന്നതിന്റെ പേര് മോഡൽ സ്പേസ്. ഈ മോഡൽ സ്പേസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് ഇറ്റ്സ് ആൾസോ നോൺ ആസ് വർക്ക് സ്പേസ് എന്നും പറയാം. ദെൻ മോഡൽ സ്പേസിന്റെ അയൽക്കാരായിട്ട് രണ്ടാളുണ്ട്, ലേഔട്ട് 1ഉം ലേഔട്ട് 2ഉം. അപ്പോൾ ഈ ലേഔട്ട് 1 എന്ന് പറയുന്നതും ലേഔട്ട് 2 എന്ന് പറയുന്നതും പേപ്പർ സ്പേസ് അഥവാ പി സ്പേസ് ആണ്. ഇവിടെ കൂടുതൽ ഉപയോഗിക്കുന്നത് പ്രിന്റിംഗ് പർപ്പസിനാണെന്ന് മനസ്സിലാക്കുക. അത് വരും ക്ലാസ്സുകളിൽ പഠിക്കാം. പ്രിന്റിംഗ് പർപ്പസിന് മാത്രമല്ല, വേറെ ചില കാര്യങ്ങൾ കൂടെ ചെയ്യാമെങ്കിലും അൾട്ടിമേറ്റ്ലി അതിന്റെ മെയിൻ ഫോക്കസിങ് പ്രിന്റിംഗ് ആണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. ഓട്ടോകാഡിന്റെ ഒരു പേജ് ഓപ്പൺ ആക്കുമ്പോൾ മോഡൽ സ്പേസ് ഒരെണ്ണം വരും, അതിന്റെ കൂടെ 2 ലേഔട്ട് സ്പേസ് ഉണ്ടാവും എന്ന് മനസ്സിലാക്കുക. ലേഔട്ട് എന്ന് പറഞ്ഞാൽ പേപ്പർ സ്പേസ് ആണ്. ദെൻ ഇവിടെ മൗസിന്റെ പോയിന്ററിനെ പറയുന്നത് ക്രോസ് ഹെയർ എന്നാണ്. ഇവിടെ XY എന്ന് കാണിക്കുന്ന ഈ ഒരു ഭാഗം UCS ഐക്കൺ ആണ്. യൂസർ കോർഡിനേറ്റ് സിസ്റ്റം ഐക്കൺ, UCS ഐക്കൺ എന്ന് പറയാം.
നമ്മളൊരു ഒബ്ജക്റ്റ് വരക്കുമ്പോൾ അത് എക്സ് ഡയറക്ഷൻ ആണോ, അത് നീളമാണോ വീതിയാണോ തീരുമാനിക്കുന്ന ഒരു ഡയറക്ഷൻ ആണ് യൂസിയസ് ഐക്കൺ എന്ന് പറയുന്നത്. ഇവിടെ എക്സ് എന്ന് പറയുന്നത് നീളവും വൈ എന്ന് പറയുന്നത് വീതിയുമാണ്. ക്ലിയർ. പിന്നെ ഈ ഒരു ഭാഗത്ത് പറയുന്നത് വ്യൂ ക്യൂബ് എന്നാണ്. ഈ വ്യൂ ക്യൂബ് എന്ന് പറയുമ്പം ഞാൻ പറയാം, അത് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ. നമ്മൾ 3D, ഓക്കെ, അതായത് നമ്മളിപ്പം ഓട്ടോകാഡ് 2D മാത്രമല്ല 3Dയും കൂടെ നമുക്ക് ഉപയോഗിക്കാം. 2D പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഈ ചാനൽ തന്നെ 3Dയും കൂടെ 3D മോഡലും കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, 3D ചെയ്യുന്നത് കൂടെ. അപ്പോൾ നമ്മൾ 3D ചെയ്യുമ്പോൾ അതിന് എന്തുണ്ടാവും? ടോപ്പ് വ്യൂ, ഫ്രണ്ട് വ്യൂ, ലെഫ്റ്റ് വ്യൂ, റൈറ്റ് വ്യൂ, ബോട്ടം വ്യൂ, പിന്നെ ഐസോമെട്രിക് വ്യൂ ഒക്കെ ഉണ്ടാവും. 3D വ്യൂ ആയിട്ടുള്ള ഐസോമെട്രിക് വ്യൂ ഒക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാവും. ഓക്കെ, അപ്പോ അതിന്റെ വ്യൂ, ഒരു 3D ഒബ്ജക്റ്റ് വരച്ചാൽ നമ്മൾ ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ, വ്യൂ ക്യൂബിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ അതിന്റെ റൈറ്റ് വ്യൂ ഉണ്ടാവും, ബാക്ക് വ്യൂ, അങ്ങനെ അങ്ങനെ ഡിഫറെന്റ് വ്യൂസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഭാഗം 3D ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമ്മള് ഇവിടെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് പോയിട്ട് നമ്മൾ തിരിച്ച് നമുക്ക് എക്സ് വൈ എന്ന് പറഞ്ഞ പ്രോപ്പർ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഈ ഒരു ഭാഗം കണ്ടോ, ടൈപ്പ് എ കമാൻഡ്, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വി എന്ന് ടൈപ്പ് ചെയ്യുക. വി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. അപ്പൊ വ്യൂ മാനേജർ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഇതിനകത്ത് ഇവിടെ പ്രീസെറ്റ് വ്യൂസ് ഉണ്ടാവും. ഇതിനകത്ത് പ്ലസിൽ ക്ലിക്ക് ചെയ്യുക, ടോപ്പ് എടുക്കുക, സെറ്റ് കറന്റ്, അപ്ലൈ, ഓക്കെ. എക്സ് വൈ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. ക്ലിയർ. ആക്ച്വലി ടോപ്പ് എന്നുള്ള രീതിയിലല്ലേ ഇവിടെ കാണിക്കുന്നത്. അപ്പൊ നമ്മൾ ഓട്ടോകാഡ് 2Dയിൽ നമ്മൾ എല്ലാ ഡ്രോയിങ് വരക്കുന്നതും ആക്ച്വലി ഏത് വ്യൂവിലാണ്? ടോപ്പ് വ്യൂവിലാണ്. ടോപ്പ് വ്യൂവിൽ വെച്ചിട്ടാണ് പ്ലാൻ വരക്കുന്നത്, ഒന്നിന്റെ എലിവേഷൻ വരക്കുന്നത്, ഒന്നിന്റെ സെക്ഷൻ വരക്കുന്നത്. ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന വ്യൂ നെയിം എന്താണ്? ടോപ്പ് വ്യൂ എന്നാണ്. ക്ലിയർ അല്ലേ? ദെൻ ഇവിടെ ഈ ഒരു ഗ്രിഡ് കാണിക്കുന്നുണ്ടോ? അതായത് നമ്മൾ ഗ്രാഫ് പേപ്പർ പോലെ ലൈൻസ് കാണിക്കുന്നുണ്ടോ? ഇതിന് ഗ്രിഡ് എന്ന് പറയും. അത് ഓഫ് ചെയ്യാൻ വേണ്ടി F7 പ്രസ് ചെയ്താൽ മതി. ഓഫ് ചെയ്യാനോ ഓൺ ചെയ്യാനോ F7 തന്നെയാണ്. ദെൻ ഇവിടെ താഴെ ടൈപ്പ് എ കമാൻഡ് എന്നുള്ളൊരു ഭാഗം കണ്ടോ? അതിന്റെ പേര് കമാൻഡ് ഏരിയ എന്നാണ്. കമാൻഡ് ഏരിയ എന്താണ്? കമാൻഡ് ഏരിയ കമാൻഡുകൾ ടൈപ്പ് ചെയ്യുന്ന ഏരിയയാണ് നമ്മൾ കമാൻഡ് ഏരിയ എന്ന് പറയാം. അപ്പൊ എന്താ ഈ കമാൻഡ്? ഓട്ടോകാഡിൽ ഓരോ ടൂൾസിനും ഷോർട്ട് കീ ഉണ്ട്. ഈ ഷോർട്ട് കീനാണ് നമ്മൾ എപ്പോഴും എന്ത് വിളിക്കുക? കമാൻഡുകൾ എന്ന് വിളിക്കുക. അപ്പൊ അങ്ങനെയുള്ള കമാൻഡുകൾ, ഷോർട്ട് കീകളാകുന്ന കമാൻഡുകൾ ടൈപ്പ് ചെയ്യുന്ന ഏരിയ ആണ് കമാൻഡ് ഏരിയ. അപ്പൊ നമ്മൾ ലൈൻ എടുക്കുവാണെങ്കിൽ നോർമലി ഇവിടെ ക്ലിക്ക് ചെയ്ത് എടുക്കാം. പക്ഷേ ഓട്ടോകാഡിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾ ഒരിക്കലും ടൂള് ക്ലിക്ക് ചെയ്ത് എടുക്കാറില്ല, പകരം കമാൻഡ് വെച്ച് ചെയ്യും. അപ്പൊ കുറച്ചും കൂടെ ഫാസ്റ്റ് ആവും. ഓക്കെ, നമ്മൾ എപ്പോഴും ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ നല്ലത് കമാൻഡ് ഉപയോഗിച്ച് ചെയ്യുന്നതാണ് മനസ്സിലാക്കുക. ഓക്കെ, ഇതിനകത്ത് ക്ലിക്ക് ചെയ്യുക, എൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുമ്പോൾ കണ്ടോ ലൈൻ വരക്കാം. ഇപ്പൊ നമുക്ക് സർക്കിൾ ആണ് വേണ്ടതെങ്കിൽ, ഞാൻ പറഞ്ഞത് കമാൻഡുകൾ ഉപയോഗിച്ചാൽ ഒരു ബിഗിനിങ് ലെവലിലുള്ള ആള് കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് ഓട്ടോകാഡ് ചെയ്യുന്നതെങ്കിൽ അത് കുറച്ചും കൂടെ വർക്ക് ഫാസ്റ്റ് ആക്കാൻ ഉപകരിക്കുമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എല്ലാവരും കമാൻഡ് ഉപയോഗിച്ച് തന്നെ ചെയ്ത് പഠിക്കുക. കമാൻഡുകൾ ഓരോന്നായിട്ട് ഓരോ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു തരാം ഡീറ്റെയിൽ ആയിട്ട്. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പൊ സർക്കിൾ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ സി ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. ലൈൻ ആണെങ്കിൽ എൽ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യാം. മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ. ഇവിടെ ഇത് ഡിലീറ്റ് ചെയ്യുന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, നമ്മൾ ഈ മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഇവിടെ സെന്റർ ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ ഈ എക്സ് വൈ നമ്മുടെ മൗസിന്റെ കൂടെ വരുന്നുണ്ടോ? സെന്റർ ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിക്കുമ്പോൾ എക്സ് വൈ നമ്മുടെ കൂടെ വരുന്നു, മൗസിന്റെ കൂടെ വരുന്നു. അപ്പൊ ഈ എക്സ് വൈ എന്ന് പറയുന്ന ഭാഗം നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്ത് നിർത്തേണ്ടതുണ്ട്. ലെഫ്റ്റ് സൈഡിൽ ഫിക്സ് ചെയ്ത് നിർത്തണമെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറിലേക്ക് വരിക. ഇവിടെ ഷോ മെനു ബാർ, ഈ ഏറോയിൽ ക്ലിക്ക് ചെയ്താൽ ഷോ മെനു ബാർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഫയൽ എഡിറ്റ് തുടങ്ങിയ മെനു ബാർ കിട്ടും. എന്ത് കിട്ടും? ഫയൽ എഡിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ മെനു ബാർ എന്നാ പറയുക. ഈ മെനു ബാറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് വരിക. ഡിസ്പ്ലേയിൽ UCS ഐക്കണിൽ ഒറിജിൻ ക്ലിക്ക് ചെയ്യുക. വ്യൂവില് ഡിസ്പ്ലേ UCS ഐക്കൺ ഒറിജിൻ. ഇനി നമ്മൾ എന്ത് സെന്റർ ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഇത് ഈ ഒരു എക്സ് വൈ എന്ന് പറയുന്ന ഈ ലെഫ്റ്റ് സൈഡിലെ ബോട്ടം കോർണർ തന്നെ നിൽക്കുന്നതായിരിക്കും.
അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ നാളെയും ക്ലാസ്സുകൾ ഉണ്ടാവും. ഇനിയുള്ള എല്ലാ ദിവസങ്ങളിലും നമ്മൾ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ താങ്ക് യു. നെക്സ്റ്റ് എപ്പിസോഡിൽ വീണ്ടും ഒരു ക്ലാസ്സുകളായിട്ട് വരുന്നവരെ ബൈ ബൈ.